ഇന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുക ജോബിന്റെ പുസ്തകം 38, 39 അധ്യായങ്ങളാണ്. അധ്യായം 38. ദൈവം സംസാരിക്കുന്നു. അപ്പോൾ കർത്താവ് ചുഴലിക്കാറ്റിൽ നിന്ന് ജോബിന് ഉത്തരം നൽകി. അറിവില്ലാത്ത വാക്കുകളാൽ ഉപദേശത്തെ ഇരുളാക്കുന്ന ഇവൻ ആരാണ്? പൗരുഷത്തോടെ നീ അരമുറുക്കുക. ഞാൻ നിന്നെ ചോദ്യം ചെയ്യും, നീ ഉത്തരം പറയുക. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്കറിയാമെങ്കിൽ പറയുക. അതിൻ്റെ അളവുകൾ നിശ്ചയിച്ചതാരാണ്? നിശ്ചയമായും അത് നിനക്കറിയാം. അല്ലെങ്കിൽ അതിന് അളവുനൂൽ പിടിച്ചതാര്? പ്രഭാത നക്ഷത്രങ്ങൾ ഗീതങ്ങൾ ആലപിക്കുകയും ദൈവപുത്രന്മാർ സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ അടിസ്ഥാനങ്ങൾ ഏതിന്മേൽ ഉറപ്പിക്കപ്പെട്ടു? അതിന് മൂലക്കല്ലിട്ടതും ആര്? ഗർഭത്തിൽ നിന്ന് സമുദ്രം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അതിനെ കതകടച്ച് തടഞ്ഞവൻ ആർ? അന്ന് ഞാൻ മേഘങ്ങളെ അതിന് ഉടുപ്പും കൂരിരുട്ടിനെ അതിന് ഉടയാടയും ആക്കി. ഞാൻ അതിന് അതിർത്തികൾ നിശ്ചയിച്ച് കതകുകളും ഓടാമ്പലുകളും ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു, ഇവിടം വരെ നിനക്ക് വരാം, അതിനപ്പുറം അരുത്. ഇവിടെ നിന്റെ ഉദ്ധതമായ തിരമാലകൾ നിൽക്കണം. ജീവിതം തുടങ്ങിയതിന് ശേഷം എന്നെങ്കിലും നീ പ്രഭാതത്തിന് കൽപ്പന കൊടുക്കുകയും സൂര്യോദയത്തിന് സ്ഥാനം നിർണയിക്കുകയും ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഭൂമിയുടെ അതിർത്തികൾ പിടിച്ചടക്കാൻ നീ പ്രഭാതത്തോട് കൽപ്പിക്കുകയും ദുഷ്ടരെ അവരുടെ ഒളിസങ്കേതങ്ങളിൽ നിന്ന് കുടഞ്ഞു കളയുകയും ചെയ്തിട്ടുണ്ടോ? മുദ്ര കൊണ്ട് കളിമണ്ണ് എന്ന പോലെ അതിന് രൂപം തെളിയുകയും വർണ്ണശബളമായ വസ്ത്രം പോലെ അത് കാണപ്പെടുകയും ചെയ്യുന്നു. ദുഷ്ടർക്ക് പ്രകാശം തടയപ്പെട്ടിരിക്കുന്നു. അവരുടെ ഉയർത്തിയ കരം ഒടിക്കപ്പെട്ടിരിക്കുന്നു. സമുദ്രത്തിന്റെ ഉറവകളോളം നീ കടന്നു ചെന്നിട്ടുണ്ടോ? ആഴിയുടെ ആഴങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ടോ? മൃത്യു കവാടങ്ങൾ നിനക്ക് വെളിപ്പെട്ടിട്ടുണ്ടോ? അഗാധമായ അന്ധകാരത്തിന്റെ വാതിലുകൾ നീ കണ്ടിട്ടുണ്ടോ? ഭൂമിയുടെ വിശാലത നീ ഗ്രഹിച്ചിട്ടുണ്ടോ? ഇവയെല്ലാം നിനക്കറിയാമെങ്കിൽ പറയുക. പ്രകാശത്തിന്റെ വസതിയിലേക്കുള്ള വഴി ഏത്? അന്ധകാരത്തിന്റെ പാർപ്പിടം എവിടെ? അങ്ങനെ അതിനെ അതിൻ്റെ അതിർത്തിയോളം നയിക്കാനോ പാർപ്പിടത്തിലേക്കുള്ള വഴിയിൽ അതിനെ അനുഗമിക്കാനോ നിനക്ക് കഴിയുമോ? നിനക്കറിയാമല്ലോ, നീ അന്നേ ജനിച്ചതല്ലേ? നിന്റെ ആയുസ് അത്രയ്ക്ക് ദീർഘമാണല്ലോ. പീഡനത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും നാളുകളിലേക്ക് വേണ്ടി ഞാൻ കരുതി വച്ചിരിക്കുന്ന ഹിമത്തിൻ്റെ ഭണ്ഡാരത്തിലേക്ക് നീ ചെന്നിട്ടുണ്ടോ? കന്മഴയുടെ കലവറ നീ കണ്ടിട്ടുണ്ടോ? ഭൂമിയിൽ പ്രസരിക്കുന്ന പ്രകാശത്തിന്റെ ഉറവിടത്തിലേക്കും ഭൂമിയിൽ വ്യാപിക്കുന്ന കിഴക്കൻ കാറ്റിന്റെ പ്രഭവ കേന്ദ്രത്തിലേക്കുമുള്ള വഴി ഏത്? വിജനമായ മരുഭൂമിയിൽ മഴ പെയ്യിച്ച് ഉണങ്ങി വരണ്ട ഭൂമിയുടെ ദാഹം ശമിപ്പിച്ച് അവിടെ പുല്ലു മുളപ്പിക്കുന്നതിന് മഴയുടെ ചാലുകൾ കീറിയതും ഇടിമിന്നലിന്റെ പാത ഒരുക്കിയതും ആര്? മഴയ്ക്കൊരു ജനിതാവുണ്ടോ? മഞ്ഞുതുള്ളികളെ ജനിപ്പിച്ചതാര്? ആരുടെ ഉദരത്തിൽ നിന്ന് മഞ്ഞുകട്ട പുറപ്പെടുന്നു? ആകാശത്തിലെ നീഹാരത്തെ ആര് പ്രസവിക്കുന്നു? ജലം പാറ പോലെ ഉറച്ചു പോകുന്നു. ആഴിയുടെ മുഖം കട്ടിയാകുന്നു. കാർത്തികയുടെ ചങ്ങല നിനക്ക് ബന്ധിക്കാമോ? മകയിരത്തിന്റെ ബന്ധനങ്ങൾ നിനക്കഴിക്കാമോ? നിനക്ക് രാശിചക്രത്തെ യഥാകാലം നയിക്കാമോ? സപ്തർഷി രാശിയെയും മക്കളെയും നിനക്ക് നയിക്കാമോ? ആകാശത്തെ നിയന്ത്രിക്കുന്ന ചട്ടങ്ങൾ നിനക്കറിയാമോ? നിനക്കത് ഭൂമിയിൽ പ്രയോഗിക്കാമോ? നീ വെള്ളത്തിൽ കുതിരുന്നതുവരെ മഴ പെയ്യാൻ നിനക്ക് മേഘങ്ങളോട് ആജ്ഞാപിക്കാമോ? ഇതാ ഞങ്ങൾ എന്ന് പറഞ്ഞ് പുറപ്പെടാൻ തക്കവണ്ണം മിന്നലുകളോട് നിനക്ക് കൽപ്പിക്കാമോ? ഈബീസിന് ജ്ഞാനവും പൂവൻ കോഴിക്ക് മുൻകൂട്ടി കാണാൻ കഴിവും കൊടുത്തത് ആരാണ്? പൊടി കട്ട പിടിക്കാനും കട്ട ഒന്നോടൊന്ന് പറ്റിച്ചേരാനും ഇടയാകുമാറ് ആകാശത്തിലെ ജലസംഭരണികളെ ചരിക്കാൻ ആർക്ക് കഴിയും? ജ്ഞാനത്താൽ മേഘങ്ങളെ എണ്ണാൻ ആർക്ക് കഴിയും? സിംഹങ്ങൾ ഗുഹകളിൽ പതുങ്ങിക്കിടക്കുമ്പോഴും ഗഹ്വരങ്ങളിൽ പതിയിരിക്കുമ്പോഴും നീ അതിന് ഇരയെ വേട്ടയാടി കൊടുക്കുമോ? സിംഹക്കുട്ടികളുടെ വിശപ്പടക്കുമോ?
കുഞ്ഞുങ്ങൾ തീറ്റ കിട്ടാതെ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ തീറ്റയ്ക്ക് വേണ്ടി പറന്നലയുന്ന കാക്കയ്ക്ക് തീറ്റി എത്തിച്ചു കൊടുക്കുന്നത് ആര്? അധ്യായം 39. കാട്ടാടുകളുടെ പ്രസവകാലം നിനക്കറിയാമോ? മാൻപേടകളുടെ ഈറ്റുനോവ് നീ കണ്ടിട്ടുണ്ടോ? അവയുടെ ഗർഭകാലം നിനക്ക് കണക്ക് കൂട്ടാമോ? അവ പ്രസവിക്കുന്ന സമയം നിനക്കറിയാമോ? എപ്പോൾ അവ കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും അവയുടെ നോവ് നിലയ്ക്കുകയും ചെയ്യുന്നു. അവയുടെ കുഞ്ഞുങ്ങൾ ബലപ്പെട്ട് വിജന സ്ഥലത്ത് വളരുന്നു. അവ പിരിഞ്ഞു പോകുന്നു, മടങ്ങി വരുന്നില്ല. കാട്ടുകഴുതയെ അഴിച്ചുവിട്ടതാര്? അതിന് സ്വാതന്ത്ര്യം നൽകിയത് ആര്? ഞാൻ അതിന് പുൽപ്പുറങ്ങൾ പാർപ്പിടവും ഉപ്പുഭൂമി വീടുമായി നൽകി. അത് പട്ടണത്തിലെ ആരവത്തെ നിന്ദിക്കുന്നു, മേയിക്കുന്നവന്റെ ഒച്ച കൂട്ടാക്കുന്നില്ല. മലനിരകളെ അത് മേച്ചിൽപ്പുറമാക്കുന്നു, പച്ചയായത് ഏതും അത് തേടുന്നു. കാട്ടുപോത്ത് നിന്നെ സേവിക്കുമോ? നിന്റെ തൊഴുത്തിൽ അത് രാത്രി കഴിച്ചു കൂട്ടുമോ? നിന്റെ ഉഴവ് ചാലിലേക്ക് അതിനെ കയറിട്ട് കൊണ്ടുപോകാമോ? അത് നിന്റെ പിന്നാലെ കട്ട നിരത്തുമോ? അത് കരുത്തുള്ളതാകയാൽ നീ അതിനെ ആശ്രയിക്കുമോ? നിന്റെ ജോലി അതിനെ ഏൽപ്പിക്കുമോ? അത് നിന്റെ ധാന്യം മെതിക്കളത്തിലേക്ക് കൊണ്ടുവരുമെന്ന് നീ വിശ്വസിക്കുമോ? ഒട്ടകപക്ഷി അഭിമാനത്തോടെ ചിറക് വീശുന്നു, എന്നാൽ അതിന് കൊക്കിനെയോ കഴുകനെയോ പോലെ പറക്കാൻ കഴിയുമോ? അവ മുട്ട മണ്ണിൽ ഉപേക്ഷിച്ചു പോകുന്നു, മണ്ണ് അതിനെ ചൂട് നൽകി വിരിക്കുന്നു. ചവിട്ടുകൊണ്ട് അത് ഉടഞ്ഞു പോയേക്കുമെന്നോ വന്യമൃഗം അവയെ ചവിട്ടി തേക്കുമെന്നോ അത് ഓർക്കുന്നില്ല. അത് കുഞ്ഞുങ്ങളോട് ക്രൂരമായി പെരുമാറുന്നു. അത് കണ്ടാൽ അവ അതിൻ്റേതല്ലെന്ന് തോന്നും. ഈറ്റുനോവ് പാഴായി പോയാലും അതിന് ഒന്നുമില്ല. എന്തെന്നാൽ ദൈവം അതിന് ജ്ഞാനം നൽകിയില്ല, വിവേകത്തിൽ പങ്കും കൊടുത്തില്ല. ഉണർവോടെ പായുമ്പോൾ അത് കുതിരയെയും കുതിരക്കാരനെയും പിന്തള്ളുന്നു. കുതിരയ്ക്ക് കരുത്തു കൊടുക്കുന്നത് നീയാണോ? അതിൻ്റെ കഴുത്തിൽ ശക്തി ധരിപ്പിച്ചത് നീയോ? അതിനെ വെട്ടുക്കിളിയെ പോലെ ചാടിക്കുന്നത് നീയോ? അതിൻ്റെ ശക്തിയേറിയ ചീറ്റൽ ഭയജനകമാണ്. അവൻ സമതലത്തിൽ മാന്തി ഊറ്റം കാണിച്ച് ഉല്ലസിക്കുന്നു, ആയുധങ്ങൾക്കെതിരെ പാഞ്ഞു ചെല്ലുന്നു. അവൻ ഭയത്തെ പുച്ഛിക്കുന്നു, സംഭീതനാകുന്നില്ല. അവൻ വാളിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്നില്ല. അവന്റെ മേൽ ആവനാഴിയും മിന്നുന്ന കുന്തവും ശൂലവും കിലുകിലുങ്ങുന്നു. അവൻ ഉഗ്രതയും കോപവും പൂണ്ട് ദൂരം പിന്നിടുന്നു. കാഹളനാദം കേട്ടാൽ നിശ്ചലനായി നിൽക്കാൻ അവന് കഴിയുകയില്ല. കാഹളം കേൾക്കുമ്പോൾ അവൻ ഘേഷാരവം മുഴക്കുന്നു. അവൻ അകലെ നിന്നു തന്നെ യുദ്ധം മണത്തറിയുന്നു. സൈന്യാധിപന്മാരുടെ അട്ടഹാസവും ആജ്ഞാസ്വരവും തിരിച്ചറിയുന്നു. നിന്റെ ജ്ഞാനം കൊണ്ടാണോ പരുന്ത് ഉയരുകയും ചിറകുകൾ തെക്കോട്ട് വിടർത്തുകയും ചെയ്യുന്നത്? നിന്റെ കൽപ്പനയാലാണോ കഴുകൻ പറന്നുയരുകയും ഉയരത്തിൽ കൂടുകൂട്ടുകയും ചെയ്യുന്നത്? അത് പാറപ്പുറത്ത് ആർക്കും കയറാൻ പറ്റാത്ത പാറക്കൂട്ടങ്ങളുടെ തുഞ്ചത്ത് പാർക്കുന്നു. അവിടെ നിന്ന് അത് ഇര തിരയുന്നു. അതിൻ്റെ കണ്ണ് ദൂരെ നിന്ന് ഇരയെ കാണുന്നു. അതിൻ്റെ കുഞ്ഞുങ്ങൾ രക്തം വലിച്ചു കുടിക്കുന്നു. ശവമുള്ളിടത്ത് അവനുമുണ്ട്.